എടാ ഉത്തമ, അത് സിദ്ധാർത്ഥല്ലേ? ആ ശരിയാ. കല്യാണമാണോ? അതെ സാറേ, ഇന്നലെ അർജന്റ് ആണെന്ന് പറഞ്ഞ് എല്ലാം അറേഞ്ച് ചെയ്തതാ. അങ്ങോട്ട് നോക്കടാ. ആ കിളവൻ അവിടെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇല്ലല്ലോ അളിയാ. നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. അളിയാ എന്തു പറ്റി? ഇല്ല, ഞാൻ എന്റെ മകളെ ഇവന് കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോ ഇവിടെ അവൻ വേറെ പെണ്ണിനെ കല്യാണം കഴിക്കാൻ നോക്കുന്നു അല്ലേ? ഇക്കാര്യത്തിൽ അവന്റെ അമ്മയും കൂട്ടു നിൽക്കുന്നു. അളിയാ ആരെയാ വിളിക്കാൻ പോകുന്നേ? വേറെ ആർക്ക്? ഈ കല്യാണം മുടക്കാൻ ശക്തിയുള്ളത് ആ ഹിറ്റ്ലർ കിളവന് മാത്രമാണ്. ഇതാ ഇപ്പൊ തന്നെ ഫോൺ ചെയ്യും. എടുക്കടോ ഫോണ്. എനിക്കറിയാം ആ കിളവ എന്റെ ഫോൺ എടുക്കില്ല എന്ന്. ഞാനൊരു കാര്യം ചെയ്യാം, ഇപ്പൊ പോയി ആ കിളവനെയും കൂട്ടി ഞാനിങ്ങി വരാം. നീ ഇവിടെ തന്നെ നിൽക്കും. ശരി അളിയാ. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ വെറുതെ പറഞ്ഞാലേ ആ കിളവൻ കേക്കില്ല. ദാ പിടിക്ക. ഞാൻ മുമ്പ് വീട്ടിൽ ചെന്നപ്പോ അയാൾ എന്നെ വായി തോന്നിയതെല്ലാം പറഞ്ഞ് അപമാനിച്ചു. ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. പൊട്ടിക്കും, ഇന്ന് ഞാൻ പൊട്ടിക്കും. നീ ഒരു കാര്യം ചെയ്, നീ ഇവിടെ തന്നെ നിന്ന് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അപ്പപ്പോ എനിക്ക് ഫോൺ ചെയ്ത് അറിയിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലായോ? മനസ്സിലായി ഞാൻ മനസ്സിലായി. പോയിട്ട് വരാം. ഈ കല്യാണം നടക്കുന്നെങ്കിൽ എന്റെ ലൈഫ് അടിപൊളിയാവും. മാലർത്തി അടിക്കട അവനെ. എന്ത് നോക്കിക്കൊണ്ട് നിൽക്കുക? ഓ ചുരുട്ടി കൂട്ടടാ മണ്ട. ഒരു കേട്ട് കേട്ടടാ. ഓ തറയിലിട്ട് ഇടിക്കടാ. ഓ ഇങ്ങനെ അടിക്ക്, ഇങ്ങനെ നന്നായിട്ട് നന്നായിട്ട്. ആ ക്ഷേത്രത്തിൽ നിന്ന് ഇവിടെ വരെ വരാൻ ഓട്ടോ ചാർജ് 150 രൂപ കൊടുക്കേണ്ടി വന്നു. അയ്യോ, ഓ വരുന്നതാ കേശു. എന്തിനെങ്ങനെ ഇടിക്കുന്ന കേശു? കഥകളിട്ട് ഇടിക്കാൻ വേണ്ടിട്ട് നീ എന്തിനാ വീണ്ടും വന്നേ? നിനക്ക് ഇച്ചിരെങ്കിലും നാണവും മാനവും ഉണ്ടോടാ? ഏയ്, എന്റെ നാണവും മാനത്തെ കുറിച്ചും ഒക്കെ പിന്നെ സംസാരിക്കാം. നിങ്ങളുടെ നാണവും മാനവും ഒക്കെ കളയാനാ ഞാൻ ഇപ്പൊ വന്നത്. ഒരിടവുമില്ലാത്ത കുടുംബ പാരമ്പര്യമല്ലേ നിങ്ങളുടേത്? നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ സന്തതി സിദ്ധാർത്ഥ് അവിടെ ക്ഷേത്രത്തിൽ വെച്ച് ഏതോ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോവുക. ഏയ്, എന്താടാ പുതിയ കഥയൊക്കെ പറയുന്നേ? നിന്നെ ഞാൻ അപമാനിച്ചതിന് പകരമായിട്ട് നീ എന്റെ പേരക്കുട്ടിയെ കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തുന്നോ? അത് നമുക്ക് പിന്നീട് സൗകര്യമായിട്ട് സംസാരിക്കാം. ഇപ്പൊ നിങ്ങൾ എന്റെ കൂടെ വന്നില്ലെങ്കിലേ അവിടെ കല്യാണം കഴിഞ്ഞിരിക്കും. ഓ മനസ്സിലായി മനസ്സിലായി. കള്ളം പറഞ്ഞ് എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി കിഡ്നാപ്പ് ചെയ്തിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് എന്റെ പേരക്കുട്ടിയെ കൊണ്ട് നിന്റെ മകളെ കല്യാണം കഴിപ്പിക്കാനുള്ള പ്ലാനാണല്ലേ നിന്റേത്? മനസ്സിലായടാ? ഏയ്, നിങ്ങളെ ആരാ കിഡ്നാപ്പ് ചെയ്യാൻ പോകുന്നേ? അതിന് നിങ്ങൾ വലിയ കോടീശ്വരനാണല്ലോ. അങ്ങനെ അബദ്ധത്തിൽ ആരെങ്കിലും നിങ്ങളെ കിഡ്നാപ്പ് ചെയ്താൽ 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളുമായിട്ടുള്ള സഹവാസം വേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ട് തള്ളിയിട്ട് പോകും. കിഡ്നാപ്പ് പ്രൂഫ് ഞാൻ കാണിക്കാം. ഇതെങ്ങനെയുണ്ട്?
ഈ തെളിവ് മതിയോ? ഇങ്ങോട്ട് നോക്ക്, ഞാനൊരു മഹാപിശുക്കനായിരിക്കാം, എന്നാൽ എന്റെ ബന്ധുവിന്റെ അഭിമാനം നട റോട്ടിൽ 3 കാശിന് ലേലം വിളിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല. ആ എന്താ പ്രതിമ പോലെ നിൽക്കുന്നേ? നമുക്ക് പോവാമോ? ഓം വിനായകായ നമഃ. അഗ്നിക്ക് 2 പേരും അർച്ചന സമർപ്പിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ഇവനൊരു പെണ്ണിനെ കണ്ടുപിടിക്കണം. ആ പെണ്ണിനെ തന്നെ ഇവൻ കല്യാണം കഴിക്കുകയും വേണം. ഇല്ല എന്നുണ്ടെങ്കിലേ എന്റെ മകന്റെ ഫോട്ടോയ്ക്കടുത്ത് തന്നെ എന്റെ ഫോട്ടോയെ നിങ്ങൾക്ക് തൂക്കേണ്ടി വരും. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ സമയത്ത് കണ്ണീരൊഴുക്കണ്ട. എൻ്റെ മകൻ എന്നോട് ചെയ്തതെല്ലാം എനിക്ക് സഹിക്കാൻ കഴിയും. പക്ഷേ എൻ്റെ അമ്മാവൻ, എനിക്ക് അതാലോചിച്ചാൽ പേടിയാവുന്നത് ചേട്ടാ. ഒന്നും ആലോചിക്കണ്ട, ദൈവം ഒരു വഴി കാണിക്കും. ഹലോ ചേട്ടാ, നിങ്ങളിങ്ങനെ ആമ പോലെ എഴഞ്ഞെഴഞ്ഞ് പോയാലേ അവിടെ ചെല്ലുമ്പോഴേക്കും കല്യാണം കഴിഞ്ഞിരിക്കും. അല്പം ഫാസ്റ്റ് ആയിട്ട് പോകും ചേട്ടാ. അവൻ എങ്ങനെയാ അതിനു മുമ്പ് താലി കെട്ടുന്നേ? അവൻ താലി കെട്ടുന്നതിന് മുമ്പ് അവന്റെ കൈ അടിച്ചൊടിച്ചാൽ വീട്ടിലേക്ക് കൊണ്ടുവരും. മാംഗല്യം മഹാലക്ഷ്മി ദേവതാഭ്യോ നമഃ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. മാംഗല്യം മഹാലക്ഷ്മി ദേവതാഭ്യോ നമഃ.
നാദസ്വരം നാദസ്വരം നാദസ്വരം. നിർത്ത്. ഓഹോ. നല്ല പാരമ്പര്യമുള്ള കുടുംബം. കണ്ടോളൂ, നന്നായിട്ട് കണ്ടോളൂ. അമ്മാവ, അളിയാ, എല്ലാം മുകളിലിരിക്കുന്ന ആള് വരയ്ക്കുന്ന പോലെയാ. എല്ലാ കാര്യങ്ങളും അതുപോലെ ആയിരിക്കും. ഇന്നാ ദാ പിടിച്ചോ. എന്റെ മുറിയിലെ ആ തൂക്ക് കയറുന്നത് വെറുതെ ഷോ കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണെന്ന് കരുതിയോ? അവള് ചോദിക്കാതെയും പറയാതെ ഒളിച്ചോടിപ്പോയി. നീയും അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ? അതെ മുത്തശ്ശൻ പറയുന്ന പോലെ ഞാൻ അനുസരിച്ചോളാം. ഇല്ല എന്നുണ്ടെങ്കിൽ അതവിടെ തന്നെ ഉണ്ട്. എന്തിനാ ഇങ്ങനെ ചെയ്തേ? നിങ്ങളുടെ വീട്ടിൽ എല്ലാരെയും അറിയിച്ചിട്ട് കല്യാണം നടത്താന്നല്ലേ ഞാൻ പറഞ്ഞേ? അമ്മയ്ക്കും മുത്തശ്ശനും ഈ വിവരങ്ങളൊന്നും അറിയില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ താലി കെട്ടാൻ സമ്മതിക്കില്ലായിരുന്നു. എനിക്കെന്ത് ചെയ്യാൻ പറ്റും ബോസ്? ഞാൻ ഇന്നലെ മുത്തശ്ശനോട് സംസാരിച്ചതാ. അദ്ദേഹം ആണെങ്കിൽ ഈ കല്യാണം ഉറപ്പായിട്ട് നടത്തില്ലെന്നാ പറഞ്ഞേ. അതുകൊണ്ടാണ് ഞാൻ ഈ ഡിസിഷൻ എടുത്തത്. ഞാൻ അമ്മയോടെങ്കിലും പറഞ്ഞിട്ട് പോകാന്നാ വിചാരിച്ചത്. അമ്മയാണെങ്കിൽ മുത്തശ്ശനോട് ഒന്നും മറക്കില്ല. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. അമ്മേ, മുത്തശ്ശനെ കുറിച്ചാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്. അമ്മാവൻ കല്യാണത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നം കണ്ടിരുന്നതാ. ഇങ്ങനെയെല്ലാം സംഭവിച്ചെന്നോർത്ത് അദ്ദേഹം... അമ്മേ പ്ലീസ്, ഇപ്പൊ അമ്മ ഒന്നും പറയണ്ട. ഞാനാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുക. മുത്തശ്ശന്റെ മുറിയിലാണെങ്കിൽ... അമ്മേ, അമ്മ ഇത്രയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. മുത്തശ്ശന് നമ്മളോട് വിരോധം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഞങ്ങളെ രണ്ടുപേരെ അനുഗ്രഹിക്കില്ലായിരുന്നു അമ്മേ. അദ്ദേഹത്തിന്റെ ദേഷ്യം ന്യായം തന്നെയാ. പക്ഷെ ആ ദേഷ്യം സിദ്ധാർത്ഥനോടോ എന്നോടോ ആയിരിക്കാം, അമ്മയോടുണ്ടാവില്ല. അമ്മ മുത്തശ്ശനോട് സംസാരിച്ച
അദ്ദേഹം തീർച്ചയായും ഞങ്ങളെ അംഗീകരിക്കും. ഇല്ല ബോസ്, എന്റെ മുത്തശ്ശനെ കുറിച്ച് നിനക്ക് അറിയാഞ്ഞിട്ടാ. മുത്തശ്ശിനെ കുറിച്ച് എനിക്ക് അറിയില്ല, പക്ഷേ അമ്മയെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. മുത്തശ്ശൻ അമ്മയെ എത്ര വർഷമായിട്ട് കണ്ടോണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനെതിരായി അമ്മ ഒരിക്കലും ഈ കല്യാണത്തിന് കൂട്ടു നിൽക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അമ്മയുടെ വാക്കിന് തീർച്ചയായും അതിൻ്റെതായ വിലയുണ്ട്. അതെ, ഇത്രയും വർഷമായിട്ട് നിങ്ങൾ അദ്ദേഹത്തെ പരിപാലിക്കുകയല്ലേ. നിങ്ങൾ പറയുന്നത് തീർച്ചയായും അദ്ദേഹം അംഗീകരിക്കും. ധൈര്യമായിട്ടിരിക്കെ. 2 കോടി രൂപയുടെ സ്വത്ത് വരുമെന്ന് വിചാരിച്ചു. എല്ലാരും കൂടി എന്നെ പറ്റിച്ചു. ഇപ്പൊ എനിക്ക് വരുന്ന ദേഷ്യത്തിന് നിങ്ങൾക്ക് എന്താ മനുഷ്യ പറ്റിയത്? എന്താ പറ്റിയെന്ന്? എന്തു പറ്റാനാ? എല്ലാരും കൂടി ചേർന്ന് എന്റെ തലയിൽ കല്ലെടുത്തിട്ടിരിക്കുക. എന്താ അച്ഛാ, ആരെന്ത് ചെയ്യുന്ന? അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ? നിന്റെ അടുത്ത് നിൽക്കുന്നില്ലേ നീ വിളിച്ചോണ്ട് വന്നവള്? അവളോട് ചോദിക്കേ. അച്ഛാ, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? നീ ചെയ്തില്ല മോളെ. നീ എല്ലാം ചെയ്തു തരാന്ന് പറഞ്ഞ് വിശ്വസിച്ച് ഞാൻ ഇവിടെ ഇരുന്നില്ലേ? അതാ ഞാൻ ചെയ്ത തെറ്റ്. എന്റെ മോള് പിങ്കിയെ നിന്റെ ചേട്ടന് കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് വലിയ വായിട്ട് സംസാരിച്ചോണ്ടിരുന്നില്ലേ? അതെ, ഇപ്പോഴും ഞാൻ അത് തന്നെ പറയുന്നേ. അതിനെന്താ? അതിനിപ്പോ എന്താന്ന് ചോദിച്ചോണ്ടിരിക്കുക. അറിഞ്ഞില്ലേ, നിന്റെ ചേട്ടൻ അമ്പലത്തിൽ വെച്ച് ഏതോ ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടി. അത് ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടിട്ടാ വന്നിരിക്കുന്നേ. അതിനിപ്പോ എന്താണെന്ന് ചോദിച്ചോണ്ടിരിക്കുക. അച്ഛാ, എന്തൊക്കെയായി പറയുന്നേ? അവിടെ എന്താണോ നടന്നത് അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനും ഇവനും അവിടെ ക്ഷേത്രത്തിൽ തേങ്ങയുടെ കച്ചവടത്തിന് പോയതാ. കല്യാണമാണോ? അതെ സാറേ. നിങ്ങളുടെ പേരക്കുട്ടി അവിടെ ഏതോ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്നു. എന്നിട്ട് ആ കിളവൻ ഞാൻ വിചാരിച്ചു ഇവളെ അങ്ങനെ അങ്ങ് വിശ്വസിക്കണ്ടെന്ന് ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞതാ. നിങ്ങളത് കേട്ടോ? അമ്മേ, തർക്കിക്കാനാണെങ്കിൽ എനിക്കും അറിയാം. പക്ഷെ നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാ വേണ്ടത്. എന്താ ചെയ്യാൻ പോകുന്നത്? എന്തൊക്കെയോ പറഞ്ഞില്ലേ, അത് ചെയ്യാം ഇത് ചെയ്യാമെന്നൊക്കെ. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ കല്യാണം കഴിഞ്ഞു. പിച്ചപാത്രമാ നമ്മുടെ ഗതി. ഒന്ന് ഞാൻ പറയുന്ന കേക്കാവോ? കല്യാണമല്ലേ കഴിഞ്ഞുള്ളൂ, വീട്ടിലൊന്നും കേട്ടില്ലല്ലോ. ആ കിളവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മനസ്സില്ലാ മനസ്സോടെ ആശീർവദിച്ചത്. പക്ഷെ അവര് വീട്ടിലോട്ട് കയറി ചെന്ന കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളും. ആ കിളവന് ജീവൻ പോയാലും കുഴപ്പമില്ല, പക്ഷെ അഹങ്കാരം മാത്രം കൈവിടില്ല. നാടകം ഇനിയാ തുടങ്ങാൻ പോകുന്നു. ഹായ് സർ. ഹായ് മേഘ. താങ്ക് യു. സാറിനെ കണ്ടിട്ട് നല്ല ടയർഡാണെന്ന് തോന്നുന്നു. ഓ, കല്യാണത്തിന് പോയി വന്നതാണല്ലേ? കല്യാണ വീട്ടിലോ? അയ്യോ, ശ്രീയുടെ കല്യാണം ഇന്നല്ലേ? ഛേ, എന്ത് ചെയ്യാനാണെന്ന് പറ. ആ പെൺകുട്ടി ഒരുപാട് ആഗ്രഹത്തോടെ വിളിച്ചതാ. ഛേ. സാറ് കല്യാണത്തിന് പോയില്ലേ? സാർ അവിടെ നിന്ന് വരുന്നെന്നാ ഞാൻ കരുതിയേ. ഇല്ല മേഘ, ഇന്നലെ രാത്രിയില് കുക്കറി ഷോയുടെ സ്പെഷ്യൽ എപ്പിസോഡിന്റെ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞ് ആ മാനേജർ ഫോൺ ചെയ്തിരുന്നു. ആ ടെൻഷനിൽ മറന്നുപോയി. ഇറ്റ്സ് ഓക്കെ സർ. സ്നാക്സ് നമ്മുടെ കഫേയിൽ നിന്നല്ലേ കൊടുക്കേണ്ടത്. ഓ, ശരിയാണല്ലോ. നല്ല സമയത്താ പറഞ്ഞത്, അല്ലെങ്കിൽ അത് തെറ്റായി എടുത്തേനെ. എന്തായാലും ആ പെൺകുട്ടി എന്നെ പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടാവും. അവരുടെ അമ്മായി എന്റെ ആരാധികയാണെന്ന് വരെ പറഞ്ഞതാ. ഛേ, എല്ലാവരെയും വിഷമിപ്പിച്ചല്ലോ. അത് സാരമില്ല സർ. ആ, ഒന്ന് വിഷ് ചെയ്തേക്കൂ, എന്നിട്ട് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞേക്കൂ. നെക്സ്റ്റ് ടൈം ആ പെൺകുട്ടി കഫേയിലേക്ക് വരുമ്പോ ഒരു സോറി പറഞ്ഞാ മതി. അത് ഒരു ഫോർമാലിറ്റി ആയി പോവും. ഒരു കാര്യം ചെയ്യാം, അവരുടെ മുഴുവൻ ഫാമിലിയെയും നമ്മുടെ കഫേയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. നമുക്കൊരു ട്രീറ്റ് കൊടുക്കാം. ഗുഡ് ഐഡിയ. അങ്ങനെ ചെയ്തേക്കാം.